പ്രൈസ് ദി ലോർഡ്. ഈ നല്ല പകലിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ ഒരു ദൈവശബ്ദം എനിക്ക് ലഭിച്ചത്, ദൈവഹിതം തിരിച്ചറിഞ്ഞിട്ടും ദൈവഹിതം നടപ്പിലാക്കാതെ ഇരിക്കുന്ന നമ്മൾ. അതെങ്ങനെയാണോ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും. ദൈവിക പദ്ധതികളെ മറിക്കുന്ന ഒരു ശക്തി ഈ ലോകത്തുണ്ട്. ആ ശക്തി നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ്. അത് ഏത് ഭാഗത്തുനിന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ വിചാരങ്ങളും ദൈവിക പദ്ധതികളെ അടയ്ക്കും, ദൈവിക വഴികളെ അടയ്ക്കും, ദൈവിക വാഗ്ദത്തങ്ങളെ അടയ്ക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതികളെ നിങ്ങളുടെ വാക്കുകൊണ്ടും നിങ്ങളുടെ ചിന്ത കൊണ്ടും നിങ്ങളുടെ ബുദ്ധി കൊണ്ടും നിങ്ങളതിനെ അടയ്ക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ല എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. അതിന് മറുപടിയുണ്ട്. ദൈവഹിതം നാം തിരിച്ചറിയാതെ വരുമ്പോഴാണ് പ്രാർത്ഥനയുടെ മറുപടി ദൈർഘ്യമാകുന്നത്. എപ്പോഴെങ്കിലും ദൈവഹിതം നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ മറുപടിക്കായി കാത്തിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഹിതം തിരിച്ചറിയുന്ന വ്യക്തി ബുദ്ധിമാനാണ്. ആ ഹിതം അനുസരിച്ച് മുന്നോട്ട് ജീവിക്കുന്നവൻ ഭാഗ്യവാനാണ്. ഇന്ന് പകൽ, ഇന്നത്തെ ഈ ദിവസത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രവാചകൻ ഒരു മനുഷ്യനോട് ചെന്ന് പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയാമോ? നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്ക്. പ്രവാചകൻ ചെന്ന് പറഞ്ഞു. പ്രവാചകൻ കൊട്ടാരത്തിന് പുറത്തിറങ്ങുന്നതിന് മുന്നമേ ആ മനുഷ്യൻ നെടുമ്പാട് വീണിട്ട് പറഞ്ഞു, എന്നെ ഇപ്പോൾ എടുക്കല്ലേ, ആയുസിനെ നീട്ടിത്തരണേ. ദൈവം അത് കേട്ടു. പക്ഷേ ആയുസ് നീട്ടിക്കൊടുത്തു. പക്ഷെ സംഭവിച്ചത്, വേദനാജനകമായ അനുഭവങ്ങളിലൂടെ ആ മനുഷ്യന് കടന്നു പോകേണ്ടി വന്നു. നീ ദൈവഹിതത്തെ മറിച്ചാൽ, ദൈവത്തിൻ്റെ പദ്ധതികളെ മറിച്ചാൽ നീ കരയേണ്ടി വരും, നീ വേദനിക്കേണ്ടി വരും. ചിലപ്പോൾ അത് അനുഗ്രഹമായി തോന്നിയേക്കാം. പക്ഷെ പിന്നത്തേതിൽ ആ മനുഷ്യൻ്റെ വേദന അതിഭയങ്കരമായിരുന്നു. ചിന്തിക്ക്, ദൈവഹിതം നടക്കണമോ അതോ ദൈവഹിതത്തെ ബ്ലോക്ക് ചെയ്യണമോ? നിന്റെ ഹിതപ്രകാരം പോകണമോ അതോ ദൈവിക ഹിതപ്രകാരം പോകണമോ? ചിന്തിക്ക്. ദൈവഹിതം നടപ്പായാൽ അതിൻ്റെ ഉള്ളിൽ മഹത്വവും വിടുതലും അതിൻ്റെ അകത്തുണ്ട്. മറിച്ച് ദൈവഹിതത്തിന് വിരുദ്ധമായി നീ നിന്നാൽ ദൈവം അത് കേൾക്കും. പക്ഷേ നീ കരയേണ്ടി വരും, നീ വില കൊടുക്കേണ്ടി വരും. ആയതിനാൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക, ദൈവഹിതത്തിന് സ്ഥാനം കൊടുക്കുക, ദൈവശബ്ദത്തിന് സ്ഥാനം കൊടുക്കുക. ദൈവഹിതപ്രകാരം മുന്നോട്ട് യാത്ര ചെയ്താൽ നിന്റെ ജീവിതം ഒരിക്കൽ ദുഃഖമെന്ന് തോന്നിയാലും പിന്നത്തേതിൽ അത് അനുഗ്രഹമായി മാറും. ഗോഡ് ബ്ലെസ് യു.